ഹലോ. അപ്പോൾ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും ദിയമോളും ഏട്ടൻ്റെ അടുത്താണ്, ഇവിടെ ഒമാനിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഒന്ന് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും അത് പോയിട്ട് കാണണം. പിന്നെ അപ്പോൾ ഞങ്ങൾ തുമ്രത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സലാലയിലേക്കൊന്ന് പോവാണ് കേട്ടോ. പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് തുമ്രയത്ത് ഭാഗം എന്ന് പറയുമ്പോൾ ഫുൾ മരുഭൂമി കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും അതിൽ ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗെയിമിലൊക്കെ ഉണ്ടാവുമല്ലോ, കാറിൻ്റെ അതുപോലെ ബൈക്കിൻ്റെ ഗെയിമിലൊക്കെ ഞാനിതുപോലത്തെ കണ്ടിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അതുപോലെയുള്ള കുന്നുകൾ, മലകൾ, നമ്മൾ കാറിനെ അതുപോലെ ബൈക്കിനെയൊക്കെ നമ്മൾ ഓരോ കുന്ന് ചാടിക്കുക, അതുപോലെ ഒരു മല അങ്ങനെ ചാടിക്കുക, അങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് അതുപോലെയാണ് തോന്നിയത്. കാരണം ഈ ഒരു കുന്നുകൾ മലകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതുപോലെയാണ് തോന്നിയത് കേട്ടോ. പക്ഷേ ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ കാര്യമാണെന്ന് പറഞ്ഞത്, എനിക്ക് അതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കാഴ്ചകളുണ്ടായിരുന്നു. ദിയമ്മക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നത് ഏട്ടൻ്റെ ഹോട്ടലിലത്തെ ഒരു ഫാമിലി തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ പറയുക, എല്ലാവരും കൂടെയാണ് ഈവനിങ്ങിൽ പുറത്ത് പോയത്. നമ്മൾ ഏകദേശം സ്ഥലത്തിലേക്ക് എത്തി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് പച്ചപ്പ് കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങാം. അവിടെ പറയുമ്പോൾ മഴക്കാലം ആയാൽ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാകും എന്നൊക്കെ അവർ പറഞ്ഞു. കാരണം ഇവിടെ ഈ ഫാമിലി അറിയുന്നത് 10-30 വർഷമായിട്ട് ഇവിടെ ഉള്ള ഫാമിലിയാണ്. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നു ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ മഴ സീസൺ ആയാലും ഇവിടെ മൊത്തം പച്ചപ്പ് കാര്യങ്ങളൊക്കെയാണ്, അടിപൊളിയാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളങ്ങനെ പോകുന്ന വഴി നമുക്ക് ഒട്ടകങ്ങളുണ്ട്, ഒരുപാട് ഒട്ടകങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ പശു, അതുപോലെ ഡോങ്കി, ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുള്ള മൃഗങ്ങൾ. ഡോങ്കി പിന്നെന്താ കണ്ടു? പശുവിനെ കണ്ടു. പിന്നെന്താ കണ്ടു? കടുവേനെ കണ്ടില്ല. ഒട്ടകം. ശരിക്കും പറയൂ. ഒട്ടകം പശുവിനെ കണ്ടിട്ടുള്ളൂ. ദിയമോളുടെ വായിൽ മിഠായിയാണ്, അപ്പോൾ അതാണ് ദിയമോൾ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ദിയുവിന് ആദ്യം എൻ്റെ ഒട്ടകത്തിനെ കണ്ടുമ്പോൾ ഭയങ്കര ഒരു പേടിയാണോ ഒരു ഇഷ്ടമാണോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കാരണം ഏട്ടൻ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ കാണിക്കും ഒട്ടകം ഉണ്ട് ദിയു അങ്ങനെയെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇൻട്രസ്റ്റിൽ അവർ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കണ്ട് അവർക്ക് തന്നെ മതിയായി. നമ്മൾ റോഡിലൂടെ ഒരുപാട് ഒട്ടകങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ദിയമ്മക്ക് ഒരുപാട് ഒട്ടകത്തിന് കാണാൻ പറ്റിയത്. ആദ്യമൊക്കെ പറയുമ്പോൾ അവിടെ ഇവിടെ കുറച്ച് ഇങ്ങനെ വിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അടുത്ത് തന്നെ അവൾക്ക് ഒരുപാട് ഒട്ടകത്തിനെ കാണാൻ പറ്റി. നമുക്ക് ഈ ഒരു ഏരിയകളിലൊക്കെയാണ് മഴക്കാലം വന്നാൽ പച്ചപ്പ് നിറയുക എന്നുള്ളതാണ് അവർ പറഞ്ഞത് കേട്ടോ.
കാരണം അവർ ഈ ടൈമിൽ മഴ പെയ്യുന്ന ആ ടൈമിൽ ഫാമിലി ആയിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പച്ചപ്പ് ഫുൾ കോടയായിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കഴിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി ചൂടോടെ എല്ലാവരും കൂടെ കഴിക്കും. ഒരുപാട് ഫാമിലീസ് ആ ടൈമിൽ ഇവിടെ ഉണ്ടാവാറുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ. നമുക്കും എന്താ പറയുക, കണ്ടപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാനും അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തിരിക്കാനൊക്കെ തോന്നും. കാരണം നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് തോന്നിയത്. പിന്നെ അങ്ങനെ നമ്മൾ പോന്ന് ഇവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ശരിക്കും ഒരു കാടാണിത്. നമുക്കിപ്പോൾ അങ്ങനെ വലിയ കാടായിട്ട് തോന്നില്ല. ഉള്ള മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ്. മഴക്കാലമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴക്കാലത്താണ് ഇവിടെ ഒന്നും കൂടെ ഒരു ശരിക്കും ഒരു കാട്ടിലേക്ക് നമ്മൾ പോയാൽ എങ്ങനെയാണ് അതുപോലെയാണ് അവർ പറഞ്ഞത്. എന്ന് വെച്ചാൽ താഴെ നല്ല പുല്ലുകളും മരങ്ങൾ നിറയെ ഇലകളൊക്കെ ശരിക്കും ഒരു കാടിൻ്റെ വ്യൂ ആണ് ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞ്. ശരിക്കും നമുക്ക് പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു അടിപൊളി ആയിട്ട് തോന്നും. കാരണം അതിനിടയിൽ കൂടെ ഓരോ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു കാടിൻ്റെ ഒരു ഫീലിംഗ് തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ വലിയൊരു കുളം ഉണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ഏട്ടൻ സലാലയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ എനിക്ക് ഇവിടെ അവർ വെള്ളത്തിൽ ചാടാൻ പോകുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലമാണിത്. നല്ല തെളിഞ്ഞ വെള്ളം എന്ന് വെച്ചാൽ അത്ര തെളിഞ്ഞ വെള്ളവും ഒരുപാട് മീനുകളുണ്ട്. അതിൽ ഒരുപാട് പേര് വെള്ളത്തിൽ ചാടാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു, ഫോട്ടോസൊക്കെ എടുത്ത് പോന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ സലാലയിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗമൊക്കെ കാണുമ്പോൾ തെങ്ങൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം വെച്ചാൽ ഇവിടെ തെങ്ങോന്ന് ചോദിച്ചാനായിരുന്നു എടുത്തത്. കാരണം നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ശരിക്കും നമ്മളെ കേരളത്തിനേക്കാൾ ഭംഗി, രണ്ട് സൈഡും നല്ല തെങ്ങും തോട്ടങ്ങളും പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ. ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഇതാണോ കേരളം അതാണോ എന്ന് വെച്ചാൽ ഭംഗീൻ്റെ കാര്യത്തിൽ ശരിക്കും ഇതാണ് കേരളം. തെങ്ങിൻ തോട്ടങ്ങളും റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള പച്ചപ്പ് കാര്യങ്ങൾ അത് കാണുമ്പോൾ ശരിക്കും ഇതാണ് കേരളം നമുക്ക് തോന്നിപ്പോയിട്ട്. കാരണം അത്ര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ പോയത് അവിടെ ഒരു മാളിലേക്കായിരുന്നു. അങ്ങനെ ആ മാളിൽ മൊത്തം നമ്മൾ ചുറ്റിക്കറങ്ങി കണ്ടു. ദിയമ്മോൾ അത് ഓടി നടന്ന എല്ലാ കാഴ്ചകളും കാണുന്നുണ്ട്. ഒരു 2-3 മണിക്കൂർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൂടെയുള്ള ഫാമിലിക്കും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നൈറ്റ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ അത് അതിലേറെ പകലത്തേക്കാൾ ഭംഗിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിറയെയുള്ള ആ ഒരു ലൈറ്റുകൾ ശരിക്കും നമുക്ക് എന്താ പറയുക, വീഡിയോയിൽ ശരിക്കും അതിൻ്റെ ഭംഗി കാണുന്നില്ല. നമ്മൾ പോകുമ്പോൾ ശരിക്കും നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.